അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ അലാ ആലിഹി വസ്സഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإن فاتكم شيء من أزواجكم إلى الكفار فعاقبتم فآتوا الذين ذهبت أزواجهم مثل ما أنفقوا واتقوا الله الذي أنتم به مؤمنون. صدق الله العلي العظيم. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഖുർആൻ നന്നായി വായിക്കുകയും പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സൂറത്തുൽ മുംതഹിനയിലെ 11-ാമത്തെ ആയത്താണ് നമ്മളിവിടെ ഓതി വെച്ചത്. നമുക്കതിൻ്റെ അർത്ഥം നോക്കാം. വ ഇൻ ഫാത്തക്കും, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ, ഷൈഉൻ വല്ലതും, മിൻ അസ്വാജിക്കും, നിങ്ങളുടെ ഭാര്യമാരിൽ നിന്ന്, ഇലൽ കുഫാരി, സത്യനിഷേധികളിലേക്ക് പോയ ഭാര്യമാരിൽ നിന്നും, ഫആഖബത്തും, എന്നിട്ട് നിങ്ങൾ അനന്തര നടപടി സ്വീകരിക്കുകയും ചെയ്തു, ഫആതു, അപ്പോൾ നിങ്ങൾ നൽകുക, അല്ലദീ ദഹബത്ത് അസ്വാജുഹും, അവരുടെ ഭാര്യമാർ പോയ അവർക്ക്, അല്ലദീനാന്ന് വെച്ചാൽ യാതൊരുത്തർക്ക്, ദഹബത്ത് അസ്വാജ് അവരുടെ ഭാര്യമാർ പോയി, അവർക്ക് മിസ്ല മാ അംഫഖു, അവർ ചെലവഴിച്ചതിന് തുല്യമായത്, അഥവാ അവരുടെ മഹറിന് തുല്യമായത് നിങ്ങൾ അവർക്ക് നൽകണം. വത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അല്ലദീ അൻതും ബിഹി മുഅ്മിനൂൻ, അവനിൽ നിങ്ങൾ യാതൊരുവനായ അവനിൽ വിശ്വസിക്കുന്നവരാണ്. ഇവിടെ പറയുന്നത്, സത്യനിഷേധികളിലേക്ക് പോയ നിങ്ങളുടെ ഭാര്യമാർക്ക് നൽകിയ വിവാഹമൂല്യം നിങ്ങൾക്ക് തിരിച്ചു കിട്ടാതെ നഷ്ടപ്പെടുകയും എന്നിട്ട് നിങ്ങളത് അനന്തര നടപടി സ്വീകരിക്കുകയും ചെയ്താൽ, ആരുടെ ഭാര്യമാരാണോ നഷ്ടപ്പെട്ടത് അവർ നൽകിയ വിവാഹമൂല്യത്തിന് തുല്യമായ തുക അവർക്ക് നൽകണം. നിങ്ങൾ വിശ്വസിച്ച് അംഗീകരിച്ച അള്ളാഹുവിനോട് ഭക്തിയുള്ളവരാകുക, ഭയപ്പെടുന്നവരാവുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത്. നമ്മൾ 10-ാമത്തെ വളരെ ദീർഘമായ ആയത്താണ് പറഞ്ഞു വെച്ചത്. അതിൽ നിരവധി കാര്യങ്ങൾ അള്ളാഹു നിർദ്ദേശം എന്നതുപോലെ തരുന്നുണ്ട്. ഈ ആയത്ത് 10-ാമത്തെ ആയത്തിനോട് ചേർന്ന് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഹുദൈബിയ സന്ധിക്ക് ശേഷം ധാരാളം ആളുകൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഇസ്ലാം സ്വീകരിച്ച് വന്നുകൊണ്ടിരുന്നു. ചില സ്ത്രീകൾ വരുന്നു, എന്നാൽ അവരുടെ ഭർത്താക്കന്മാർ വിശ്വാസികളല്ല, അവർ മക്കയിൽ തന്നെയാണ്. ചില പുരുഷന്മാർ വരുന്നു, അവരുടെ ഭാര്യമാർ വിശ്വാസികളല്ല, അവർ മക്കയിൽ തന്നെയാണ്. ഈ സമയത്ത് ഉണ്ടായ ഒരു പ്രശ്നമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു കൈകാര്യം ചെയ്യുന്നത്. ഈ ആയത്തിൽ പറയുന്നത് മഹറുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. മഹർ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രത്തോളം അതിൻ്റെ പ്രാധാന്യം മനസ്സിലാവുകയില്ല, എന്നാൽ അന്ന് അതൊരു വലിയ തുകയാണ് എന്ന് കൃത്യമായി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വിശ്വാസിനികളായ സ്ത്രീകൾ ഹിജറ ചെയ്തു വന്നാൽ അവരുടെ അവിശ്വാസികളായ പുരുഷന്മാർക്ക് മഹർ തിരിച്ചു നൽകണം. അതുപോലെ വിശ്വാസികളായ പുരുഷന്മാർ ഹിജറ ചെയ്തു വന്നാൽ അവിശ്വാസിനികളായ സ്ത്രീകൾക്കും മഹർ തിരിച്ച് നൽകേണ്ടതുണ്ട്. എന്നാൽ പുരുഷൻ വിശ്വാസിയാണെങ്കിൽ സ്ത്രീ അവിശ്വാസിയായി ആവുന്ന അവസ്ഥയിൽ ഈ അവിശ്വാസിയായ സ്ത്രീ പുരുഷന് മഹർ തിരിച്ചു നൽകാത്ത അവസ്ഥയുണ്ടായാൽ, അഥവാ അതിന് തയ്യാറായിട്ടില്ലെങ്കിൽ, ഇങ്ങോട്ട് കിട്ടാനുള്ളതും അങ്ങോട്ട് കൊടുക്കാനുള്ളതും, അഥവാ ഇങ്ങോട്ട് വന്ന മുസ്ലിം സ്ത്രീ അങ്ങോട്ട് കൊടുക്കാനുള്ളതും ഇങ്ങോട്ട് വന്ന മുസ്ലിം പുരുഷൻ ഇങ്ങോട്ട് കിട്ടാനുള്ളതും
അങ്ങനെ തട്ടിക്കിഴിച്ച് അത് വസൂലാക്കണം എന്നതാണ് ഈ ആയത്തിലൂടെ പറയുന്നത്. എന്നിട്ട് ഇവിടേക്ക് വന്ന പുരുഷന്മാർക്ക് ചില ആളുകൾക്ക് അപ്പോൾ മഹർ കിട്ടിയിട്ടുണ്ടാവില്ല, അതായത് അവിശ്വാസികൾ കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടാവില്ല. അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ളത് ഇവിടെ വന്ന മുസ്ലിം സ്ത്രീകൾ തിരിച്ചു കൊടുക്കേണ്ട മഹറിൽ നിന്നും ആ പുരുഷന്മാർക്ക് കൊടുക്കണം എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നേരെ തിരിച്ചു സംഭവിക്കാം. ഇത് വ്യത്യസ്ത രാജ്യങ്ങളാകുന്ന ഒരവസ്ഥയിലാണ് ഇത് പറയുന്നത്. അതൊരു പ്രത്യേക സമയത്തേക്ക് വേണ്ടിയാണ് എങ്കിലും സ്ത്രീ മുസ്ലിമും പുരുഷൻ മുസ്ലിം ആകാത്ത ആളാകുന്ന ഒരവസ്ഥയിൽ വിവാഹമോചനം വരുന്ന സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ മഹർ തിരിച്ചു കൊടുക്കേണ്ടതാണ് എന്നതാണ് കൃത്യമായി മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അന്നത്തെ ഒരു സന്ദർഭത്തിലാണെങ്കിൽ പോലും ഇന്ന് ഇസ്ലാം സ്വീകരിക്കുന്ന ദമ്പതികളിൽ നിന്നുമുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെയുള്ള പരിഹാരമാണ് ഈ ആയത്തിലൂടെ പറഞ്ഞു വെക്കുന്നത്. ഹിജ്റ എന്ന് പറയുന്നത് കുഫ്രിൽ നിന്നും ഇസ്ലാമിലേക്ക് വരുന്നതിനെയാണ്, അഥവാ ദാറുൽ കുഫ്രിൽ നിന്നും ദാറുൽ ഇസ്ലാമിലേക്ക് വരിക. എന്നാൽ ഇത്തരത്തിലുള്ള ഹിജ്റകൾ ഇന്ന് ഇല്ല. അതിൻ്റെ കാരണം പല രാജ്യങ്ങളിലും മതവിശ്വാസം എന്ന് പറയുന്നത് ഒരു മൗലികമായ അവകാശമാണ് എന്നതുകൊണ്ട് തന്നെയാണ്. എന്നാൽ ഇസ്ലാം സ്വീകരിക്കുന്ന ആളുകൾക്കിടയിൽ ഇത്തരം കാര്യങ്ങൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അത് മുസ്ലിം സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തം കൂടിയാണ് എന്നതാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ അവസാനം അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. അഥവാ ഇവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും വിശ്വാസികളെല്ലാം അത് പാലിക്കേണ്ടവരാണ്. അതിൻ്റെ ലൂപ്പ് ഹോളുകൾ കണ്ടെത്തി രക്ഷപ്പെടാനല്ല ശ്രമിക്കേണ്ടത്, അത് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് പാലിക്കുവാൻ ശ്രമിക്കണം. അള്ളാഹു ഖുർആനിലൂടെ പറയുന്ന ഇത്തരം നിയമങ്ങളെല്ലാം വിശ്വാസികൾ പാലിക്കേണ്ടവരാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.